എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് എം ജെ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന ഭാഗത്തിലെ സോഷ്യൽ ഫോഴ്സുകളെ കുറിച്ചിട്ടാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കിയിരുന്നത് ഇന്റലക്ച്വൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ എമർജൻസിന് കാരണമായിട്ട്. അതിൽ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, എൻലൈറ്റ്മെന്റ്, ട്രാവൽ, അതുപോലെ തന്നെ സക്സസ് ഓഫ് നാച്ചുറൽ സയൻസ്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ, ദ പീരിയഡ് നോൺ ആസ് എൻലൈറ്റ്മെന്റ്, ദെൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയിട്ടുള്ളവയാണ്. So the 3 major factors which influence the emergence of sociology as a sphere of study began in the late 18th century with the French Revolution, the period known as Enlightenment and the Industrial Revolution. അപ്പോൾ ആ ലേറ്റ് 18th സെഞ്ചുറി എന്ന് പറയുന്ന ആ ഒരു പീരിയഡിലാണ് സോഷ്യോളജിയുടെ എമർജൻസ് ഉണ്ടായിട്ടുള്ളത് ആസ് എ സ്പിയർ ഓഫ് സ്റ്റഡി. നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. History began to change in 1789 when the French Revolution broke out, followed by Enlightenment, the creation of a new framework of ideas about man, society and nature. Enlightenment എന്ന് പറയുന്ന ആ ഒരു പീരിയഡ് ന്യൂ ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയാസ് അബൌട്ട് മാൻ, സൊസൈറ്റി ആൻഡ് നേച്ചർ, അതിൻ്റെ എല്ലാം ഒരു ക്രിയേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1789 ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇൻ അഡീഷൻ ഫർദർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് വെയർ ബ്രോട്ട് ഫോർവേഡ് വിത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫസ്റ്റ്ലി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ദെൻ ഇൻ ദി ഹോൾ ഓഫ് യൂറോപ്പ്. ഇപ്പോൾ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ആസ് part of industrial revolution, economic and social changes occurred. Firstly ഇംഗ്ലണ്ടിലാണ്, പിന്നെ അത് മാറി മാറി ഹോൾ ഓഫ് യൂറോപ്പിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഫ്രഞ്ച് റെവല്യൂഷൻ ഹാഡ് ലാസ്റ്റഡ് ഫോർ 10 whole years and was the first modern and ideological revolution of its kind. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ 1789 തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 10 yearsോളം ഇത് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡേൺ ആൻഡ് ഐഡിയോളജിക്കൽ റെവല്യൂഷൻ ഓഫ് ദറ്റ് കൈൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ബിക്കോസ് ഇറ്റ് ചേഞ്ച്ഡ് ദ സൊസൈറ്റി സ്ട്രക്ചർ. സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റിയിട്ടുള്ള ഒരു ഗ്രേറ്റ് റെവല്യൂഷൻ ആയിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇറ്റ് മാനേജ് ടു എലിമിനേറ്റ് ദ സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദ ഫ്യൂഡൽ സൊസൈറ്റി. ഇപ്പം ഫ്യൂഡൽ സൊസൈറ്റിയിലെയും പീപ്പിളും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ ഒരുവിധം മാറ്റാൻ പറ്റി. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പവേഴ്സ് എന്ന് പറയുന്നത് ചർച്ചിന്റെ ഹാൻഡിലായിരുന്നു. സോ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. ദ പവർ ഷിഫ്റ്റഡ് അവേ ഫ്രം the church and came to the hands of the people. This was the first time people were seen as citizens. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടുത്തെ പീപ്പിളിനെ സിറ്റിസൺസ് ആയിട്ട് കാണാനും അവർക്ക് എന്തെങ്കിലും ഒരു നിലയിലുള്ള റൈറ്റ് അല്ലെങ്കിൽ ഫ്രീഡം ഒക്കെ ഉണ്ടാകാനും ഉള്ള ഒരു ചാൻസ് ഉണ്ടാവുന്നത് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ പീരീഡിൽ മാത്രമാണ്. അല്ലാതിരുന്നപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത് പവേഴ്സ് എല്ലാം തന്നെ ചർച്ച് ആൻഡ് ചർച്ച് ബിലീഫ്സ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു ഷിഫ്റ്റാണ് ഫ്രഞ്ച് റെവല്യൂഷൻ വഴി ഉണ്ടായത്. ഫ്രഞ്ച് റെവല്യൂഷൻ ബ്രോട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദി ഫാമിലി എന്ന് കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ സൊസൈറ്റിയിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തതിനോടൊപ്പം ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് which stated that all humans are born free and equal. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷന് ശേഷം ഫാമിലി സ്ട്രക്ചറിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നുള്ള ഒരു ഇതായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
സോ ചേഞ്ചസ് ടു ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് വെർ ഓൾസോ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ്. അപ്പം ഇതോടൊപ്പം തന്നെ ഓൾ ഹ്യൂമൻസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നുള്ള ഒരു ഇതിനോടൊപ്പം തന്നെ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസിലും ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി. At the same time, the church lost much of its tremendous influence and power which devolved to the people. അപ്പോൾ ഫാമിലിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റി, അതുപോലെ തന്നെ ചർച്ചിന്റെ പവേഴ്സിലും ഒക്കെ ഇൻഫ്ലുവൻസിലും ഒരു മാറ്റമുണ്ടായി. ചർച്ച് ലോസ്റ്റ് മച്ച് ഓഫ് ഇറ്റ്സ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് ആൻഡ് പവർ. അപ്പോൾ ചർച്ച് പവേഴ്സിൽ നിന്നൊക്കെ മാറ്റം വന്നു, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പീപ്പിളിന്റെ കയ്യിലോട്ട് മാറാൻ തുടങ്ങി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ആ പീരീഡിൽ 3 എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലർജി എന്ന് പറയുന്ന അതിലൊരു എസ്റ്റേറ്റ് ആണ്. ക്ലർജി, നോബിൾമാൻ, ദെൻ കോമൺ പീപ്പിൾ, അങ്ങനെ 3 എസ്റ്റേറ്റ് ആയിട്ട് തിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദ ക്ലറിക്കൽ ഹയറാർക്കി ദാറ്റ് ഹാഡ് എക്സിസ്റ്റഡ് അണ്ടിൽ ദെൻ ഗേവ് അപ്പ് ഇറ്റ്സ് റൈറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പം ക്ലറിക്കൽ ഹയറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലർജിക്കായിരുന്നു അന്ന് ഹൈ പൊസിഷൻ ആൻഡ് റൂൾ ചെയ്യാനുള്ള ഒരു റൈറ്റ്, പ്രോപ്പർട്ടി റൈറ്റ്, എല്ലാ റൈറ്റും ക്ലർജിമെന്നായിരുന്നു. സോ അതിൽ നിന്നും ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ക്ലറിക്കൽ ഹയറാർക്കിക്ക് അവരുടെ ആ ഒരു റൈറ്റ്സും പ്രോപ്പർട്ടിയൊക്കെ തിരിച്ചു നൽകേണ്ടി വന്നു. അതുപോലെ സിവിൽ മാരേജ് ആൻഡ് ഡിവോഴ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. അന്നത്തെ ഒരു സമയത്തെന്ന് പറയുന്നത് ഡിവോഴ്സ് അല്ലെങ്കിൽ മാരേജ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്ക്ടിറ്റി ആയിട്ട് കരുതിയിട്ട് ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു. മാരേജ് അതുപോലെ തന്നെ ഡിവോഴ്സ് മാരേജിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സിവിൽ മാരേജ് വാസ് അനദർ വേ ഫോർ പീപ്പിൾ ടു പ്രൊജക്ട് ദെയർ ഡൗട്ട്സ് അപ്പോൺ ദി ചർച്ച്. ആൻഡ് അന്നത്തെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഒരു ഗോഡ് മുന്നിൽ ബ്ലെസ് ചെയ്തിട്ടുള്ള കപ്പിൾ ഡിവോഴ്സ് ആവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു ഇതിലൊക്കെ മാറ്റം വന്നു. എ കപ്പിൾ ബ്ലെസ്ഡ് ബൈ ഗോഡ് കുഡ് now follow different path in their lives with the divorce being established and accepted. അപ്പോൾ ഡിവോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങി. സോ അതിലും മാറ്റങ്ങളൊക്കെ വന്നു. അതുപോലെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, ആ കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ began shifting from educating only the noble and wealthy to educating the greater amounts of population. അപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള കോമൺ പീപ്പിളിലായിരുന്നു. ബട്ട് അവർക്ക് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിനൈ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റിംഗ് ഓൺലി ദി നോബിൾ ആൻഡ് വെൽത്തി ടു എഡ്യൂക്കേറ്റിംഗ് ദി ഗ്രേറ്റർ അമൗണ്ട്സ് ഓഫ് പോപ്പുലേഷൻ. നോബിൾ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമായിരുന്നു എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് മാത്രമായിരുന്നു ആ ഒരു റൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറാൻ തുടങ്ങി. ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ആ പീരീഡിൽ മാറാൻ തുടങ്ങി. എന്നിട്ട് ഗ്രേറ്റർ അമൗണ്ട്സ് ഓഫ് പോപ്പുലേഷനെയും കൂടി, അതായത് കോമൺ പീപ്പിളിനെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ വന്നു. The turmoil and disorder resulted by French Revolution and the problems emerged by tremendous change led to the study of social problems and to find a new order in society. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ചാവോസും ഡിസോർഡറും ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള പ്രോബ്ലംസും എല്ലാം കൂടി അവസാനം ദാറ്റ് ലെഡ് ടു ദി സ്റ്റഡി ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലംസ് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. അതൊരു ന്യൂ ഓർഡർ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇമ്പാക്ട് ഓഫ് ദി റെവല്യൂഷൻ on many societies was enormous and many positive changes resulted. അപ്പോൾ പല സൊസൈറ്റികളിലും ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെയൊക്കെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയവയുടെ എല്ലാ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഇനോർമസ് ആയിരുന്നു. പോസിറ്റീവ് ചേഞ്ചുകളാണ് കൊണ്ടുവന്നിരുന്നത്. However, what attracted the attention of many early theorists was not the positive consequences but the negative effects of such changes. അപ്പോൾ ആസ് എ സോഷ്യോളജിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ തിയറിസ്റ്റിന്റെ ഒക്കെ അഭിപ്രായത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് പോസിറ്റീവ് കോൺസിക്വൻസസിൽ അല്ല, പകരം അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയായിരുന്നു. സോഷ്യൽ പ്രോബ്ലംസ് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ്, അതൊക്കെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. These writers were particularly disturbed by the resulting chaos and disorder, especially in France. അപ്പോൾ ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു ടെൻഷൻ, ഡിസോർഡർ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഈ റൈറ്റേഴ്സിനെ
വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. സോ അവരെല്ലാവരും കൂടെ യുണൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സൊസൈറ്റിയുടെ ഓർഡറിനെ റീസ്റ്റോർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. So some of the most extreme thinkers of this period literally wanted a return to the peaceful and relatively orderly days of the Middle Ages. അപ്പോൾ ശരിക്കും ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള തിങ്കേഴ്സിന്റെ മനസ്സിൽ ഒരു പീസ്ഫുൾ ആൻഡ് റിലേറ്റീവ്ലി ഓർഡർലി ആയിട്ടുള്ള ഡേയ്സിലോട്ട് പോകണം. ദാറ്റ് മീൻസ് സോഷ്യൽ ഓർഡർ നിലനിൽക്കുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റിലോട്ട് പോകണം. എത്തരത്തിലുള്ള ടെൻഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഷാവോസ് ഡിസോർഡർ എല്ലാം തന്നെ മാറ്റി വച്ചിട്ടുള്ള ഒരു ജീവിതം വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ അവർ യുണൈറ്റ് ചെയ്തതും സൊസൈറ്റിയുടെ ഓർഡറിനെ, സോഷ്യൽ ഓർഡറിനെ റീസ്റ്റോർ ചെയ്യാനും തീരുമാനിച്ചത്. The more sophisticated thinkers recognized that social change had made such a return impossible. Thus they sought instead to find new bases of order in societies that had been overturned by the political revolutions of the 18th and 19th centuries. This interest in the issue of social order was one of the major concerns of classical sociological theorists, especially Comte and Durkheim. അപ്പോൾ ഇത്രയും മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത് അവർ റെക്കഗ്നൈസ് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തിരിച്ചുപോക്കിന് വളരെ ഇമ്പോസിബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ 18th-19th സെഞ്ചുറീസിൽ ആ ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻസിന്റെ ഒക്കെ ആ ഒരു പീരീഡിൽ അവർ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു ഈ ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെയായിരുന്നു വളരെയധികം കൺസേൺ ആയിട്ട് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നത്. ഇപ്പൊ മേജർ ആയിട്ടുള്ള കൺസേൺസ് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറിസ്റ്റ്, എസ്പെഷ്യലി കോംറ്റ്, അതുപോലെ തന്നെ ഡാർക്കൈം തുടങ്ങിയിട്ടുള്ളവർ എല്ലാവരും തന്നെ അവരുടേതായ മേജർ കൺസേൺസ്, ഇതിനെ കുറിച്ചിട്ടുള്ള അവരുടെ കൺസേൺസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദ സെക്കൻഡ് മേജർ ഈവന്റ്, അതായത് ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ലേറ്റ് 18th and early 19th century, അതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ദാറ്റ് വാസ് 1760 തൊട്ട് 1840 വരെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചെറിയ പോയിന്റ്സിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ മെക്കാനൈസേഷൻ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, then growth of cities, feudal to capitalist mode of production, the condition of labor, the transformation of property, the industrial city, that is urbanism, technology and the factory system, agricultural society transformed into industrial society, poor labor condition and unhygienic. Concerned social scientists, that is മാക്സ് വെബർ പോലുള്ളവർ, കാൾ മാർക്സ് വെബർ പോലുള്ളവരെ ഉള്ള കൺസേൺ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുള്ള. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ began in England in 18th century and brought several changes in societies, shaping them in the form they are today. It was the major shift of technological, socio-economic and cultural conditions in the late 18th and early 19th century that began in Britain and spread throughout the world. അപ്പോൾ ബ്രിട്ടനിലാണ് ബിഗാൻ ചെയ്തിട്ടുള്ളത്. ലേറ്റ് 18th and early 19th സെഞ്ചുറിയിൽ ബിഗാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ ബിഗാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സീൻ ആസ് എ മേജർ ഇവന്റ് that took place, and it is the reason behind the emergence of സോഷ്യോളജി. അതിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, മെക്കാനൈസേഷൻ ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. At the end of the 18th century, the world was experiencing a rapid population growth, which led to an economic boom. As the demand was increasing, more workers were needed to cover the increasing demand. അപ്പോൾ വർക്കേഴ്സ് എല്ലാം തന്നെ ഇൻഡസ്ട്രിയിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻക്രീസ്ഡ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. വർക്കേഴ്സിന് ഇൻക്രീസിങ് ഡിമാൻഡ് ഉണ്ടായി വർക്കിന്. അതുപോലെ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ദിസ് വാസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. പീപ്പിൾ വെർ വർക്കിംഗ് ഇൻ എ ട്രഡീഷണൽ ഫോം.
ആദ്യം അഗ്രികൾച്ചറിൽ നിന്നും ഒരു ഷിഫ്റ്റ് ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ്. അവിടെ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റിയുടെ ഗ്രോത്ത്, ഇൻഡസ്ട്രിയലൈസേഷൻ ആയതുകൊണ്ട് സിറ്റിയുടെ ഗ്രോത്ത് ഉണ്ടായി. ടെക്നോളജിയിൽ ഉണ്ടായ മാറ്റമുണ്ട്. Technology brought significant changes in the workplace, which led to great improvement and efficiency. And മെഷീൻസിന്റെ ഒരു കടന്നുകയറ്റം കൂടി ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിൽ. മെഷീൻസ് വെയർ നൗ ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് thereby improving time efficiency and production volume as well as the conditions under which people worked. അപ്പോൾ മെഷീൻസ് കൊണ്ടുവന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സും ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ടൈം എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ഷൻ വോളിയം. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വരുന്ന മറ്റൊരു കാര്യം യൂസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ആയിരുന്നു. അതുപോലെ തന്നെ ന്യൂ എനർജി സോഴ്സസുകളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. ദീസ് ചേഞ്ചസ് ഇൻ ടെക്നോളജി ഇംപ്രൂവ്ഡ് ബോത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ബീങ് പ്രൊഡ്യൂസ്ഡ് ആസ് വെൽ ആസ് ദി വർക്ക് കണ്ടീഷൻസ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു ചേഞ്ചുകൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ഇംപ്രൂവ് ആയി. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ്, ഫ്യൂ എഫേർട്സ് വെയർ നൗ റിക്വയർഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ ടേംസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ഗുഡ്. അപ്പോൾ വർക്കേഴ്സിന്റെ എഫേർട്ട് അവിടെ കുറയുകയാണ് ചെയ്തത്. ഈ ഒരു മെക്കനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് മൂലമാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ടെക്നോളജി ഓൾസോ ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹെൻസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബിറ്റ്വീൻ കൺട്രീസ്. മാർക്കറ്റ് എക്സ്പാൻഡഡ് ഈവൻ മോർ സിൻസ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ദാറ്റ് വെയർ സ്കേഴ്സ് ഇൻ വൺ കൺട്രി കുഡ് ബി സപ്ലൈഡ് ഫ്രം അനദർ. അപ്പോൾ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജി ഇംപ്രൂവ് ആയതോടെ ട്രാൻസ്പോർട്ടേഷൻ, ട്രേഡ്, കൊമേഴ്സ് ഇതെല്ലാം ഇംപ്രൂവ് ആയി. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ സ്കെയേഴ്സ് ആയിട്ടുള്ള കൺട്രീസിൽ സപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായി. അതുപോലെ മെഷീൻസ് കൂടുതലായിട്ട് മെഷീൻ്റെ ഉപയോഗങ്ങൾ വന്നു. മെഷീൻസ് ബിക്കെയിം ദ സിംബൽസ് ഓഫ് ദ ന്യൂ സൊസൈറ്റി ആൻഡ് ഹ്യൂമാനിറ്റി കുഡ് ബി സീൻ ടു ബി ഓൾ വർക്കിംഗ് ഇൻ ടു ദിസ് മെഷീൻ. ഇപ്പം മെഷീൻ എന്ന് പറയുന്നത് ന്യൂ സൊസൈറ്റിയുടെ ഒരു സിംബലായിട്ട് മാറുകയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. ഫ്യൂഡൽ ടു ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലോട്ടാണ് ഒരു മാറ്റമുണ്ടായി. പിന്നെ ലേബർ കണ്ടീഷൻസ്, അത് പറഞ്ഞു, ലേബർ കണ്ടീഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂടുകയും വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ലേബേഴ്സ് ഇൻ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഫ്യൂ എഫേർട്ട് മതിയാവുന്നുണ്ടായിരുന്നു വർക്കേഴ്സിന്. മുമ്പ് ചെയ്തിരുന്ന അത്രയും എഫേർട്ട്, ഹാർഡ് വർക്കും ഒന്നും വർക്കേഴ്സിന് എടുക്കേണ്ടി വന്നില്ല ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് മെഷീൻസിന്റെ വരവോടുകൂടി. അതുപോലെ അയൺ ആൻഡ് സ്റ്റീൽ, ന്യൂ എനർജി സോഴ്സസ് എല്ലാം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ കാര്യമാണ്. ദ ഏരിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ saw great improvement during this time period. People could now travel easier and reach their destination quicker. In the past, the only method people could communicate between them was through letters. This way of communication, however, was both time-consuming and uncertain. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വന്ന മാറ്റം എന്ന് പറയുന്നതും വളരെ ഗ്രേറ്റ് ഇംപ്രൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പണ്ട് ട്രാവൽ എന്ന് പറയുന്ന അത്രത്തോളം ഒന്നും ഈസിയർ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ലെറ്റേഴ്സ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു പുതിയ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ എൻലൈറ്റ്മെന്റ് വാസ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ദ ലേറ്റ് 18th and 19th century. Enlightenment is considered to be the source of critical ideas such as centrality, freedom, democracy, and reason as primary values of society. ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് എൻലൈറ്റ്മെന്റ്. ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഐഡിയാസിന്റെ ഒരു സോഴ്സാണ്. സെൻട്രാലിറ്റി, ഫ്രീഡം, ഡെമോക്രസി, റീസൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻലൈറ്റ്മെന്റ് പീരീഡിലാണ് ഉണ്ടായിട്ടുള്ളത്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ആണ് നമ്മൾ എൻലൈറ്റ്മെന്റിനെ പറയുന്നത്. പിന്നെ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയാസ് അബൌട്ട് മാൻ, സൊസൈറ്റി ആൻഡ് നേച്ചർ.
അതാണ് എൻലൈറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്? ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയാസ് about man, society and nature which challenged existing conceptions rooted in a traditional worldview dominated by Christianity. അപ്പോൾ ചർച്ച് ബിലീഫ്സിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ വേൾഡ് വ്യൂയിൽ നിന്നുമുള്ളൊരു മാറ്റം, അത്തരത്തിലുള്ള കൺസെപ്ഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്ത ഒരു ന്യൂ ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പീരിയഡാണ് എൻലൈറ്റ്മെന്റ് പീരിയഡ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. The Enlightenment was an intellectual movement consisting of many philosophers. The most popular figures of this new framework were, ഇപ്പം എൻലൈറ്റ്മെന്റിന്റെ പോപ്പുലർ ഫിഗേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇതൊരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ പറഞ്ഞത് സോഷ്യൽ ഫോഴ്സസ് ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആണ്. എൻലൈറ്റ്മെന്റിന് നമുക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് എൻലൈറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ചാൾസ് മോണ്ടെസ്ക്യൂ, ജാക്ക് ടൂഗോട്ട്, ജീൻ കോണ്ടോർസെറ്റ് തുടങ്ങിയിട്ടുള്ളവരൊക്കെയാണ്. ദേ മാനേജ് ടു ചലഞ്ച് ദ ട്രഡീഷണൽ ആൻഡ് എക്സിസ്റ്റിംഗ് കൺസെപ്ഷൻസ് ഓഫ് ദി വേൾഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡിലെ കൺസെപ്ഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്. ദറ്റ് മീൻസ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്ഷൻസിനെ ചലഞ്ച് ചെയ്ത് ന്യൂ ഫ്രെയിംവർക്ക് ഓഫ് ഐഡിയാസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. ദ തിങ്കേഴ്സ് ഓഫ് എൻലൈറ്റ്മെന്റ് എയിംഡ് ടു ടീച്ച് പീപ്പിൾ സ്റ്റോപ്പ് ലിസണിങ് ആൻഡ് ഫോളോയിങ് ബ്ലൈൻഡ്ലി ദ ചർച്ച്സ് ഒപ്പീനിയൻ ആൻഡ് ഡിസിഷൻ ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് ഓൺ ദെയർ ഓൺ. അപ്പോൾ സ്വന്തമായി ചിന്തിക്കുക എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് പീരീഡിലെ തിങ്കേഴ്സ് മറ്റുള്ള പീപ്പിളിന് നൽകിയിട്ടുള്ള ഒരു അവയർനെസ്. അതായത് വളരെ ബ്ലൈൻഡ്ലി ആയിട്ട് ചർച്ചിന്റെ ഒപ്പീനിയനും ഡിസിഷൻസും ലിസൺ ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം സ്വന്തമായി തിങ്ക് ചെയ്യുക എന്നുള്ളൊരു ഇത് അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ എൻലൈറ്റ്മെന്റ് പീരീഡ് തിങ്കേഴ്സ് ആയിട്ടുള്ളവർക്ക് കഴിഞ്ഞു. ആൽസോ ചലഞ്ച് വാട്ട് ദേ ഹിയർ ആൻഡ് ഡെവലപ്പ് ദെയർ ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് വേണം. ഒരു റാഷണൽ തിങ്കിങ് വേണം. People were now advised to try and solve their problems on their own rather than wait for God to provide a solution for them. അതായത് ചർച്ച് ബിലീഫ്സിലൊക്കെ വളരെ ബ്ലൈൻഡ്ലി ആയിട്ട് ലിസൺ ചെയ്ത് ഫോളോ ചെയ്യാതെ പകരം അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ സ്വന്തമായി തന്നെ ഒരു തീരുമാനമെടുത്ത് സോൾവ് ചെയ്യുക. ആൻഡ് നോട്ട് വെയിറ്റ് ഫോർ ദ ഗോഡ് ടു പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ ദം. ഗോഡ് സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഗോഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ റാഷണലായി ചിന്തിച്ച് അവർ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു അവയർനെസ് കൊടുത്തു. ദിസ് ന്യൂ വേ ഓഫ് തിങ്കിങ് വാസ് എ ബിഗ് ഫാക്ടർ ഇൻ എക്കണോമിക് ഗ്രോത്ത്. സോ ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഇക്കണോമിക് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറായിട്ട് ആക്ട് ചെയ്തത്. ദ ഇൻക്രീസ്ഡ് എഡ്യൂക്കേഷൻ ത്രൂ ദ എമർജൻസ് ഓഫ് അപ്പർ ക്ലാസ് ഫിലോസഫേഴ്സ്, the publishing of newspapers and the emergence of new types of media resulted in the arts such as writing and painting to only develop, improve and flourish during that time period. അപ്പം ആ ഒരു സമയത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങളിൽ ഒന്ന് പറഞ്ഞു എന്താണ്, ടെക്നോളജി ഇംപ്രൂവ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്തു, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്തു, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ളവയുടെയൊക്കെ പബ്ലിഷിങ്ങും ന്യൂ മീഡിയയുടെയൊക്കെ എമർജൻസും ഇതെല്ലാം തന്നെ ഇംപ്രൂവ്ഡ് ആർട്സ്, റൈറ്റിങ്സ്, പെയിന്റിങ്സ് ഇതുവഴി എല്ലാം ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാനും മറ്റുള്ളവരെ അവെയർ ആക്കാനും ഒക്കെ സാധിച്ചു. ഫിലോസഫേഴ്സ് ആയാലും അവരുടെ റൈറ്റിങ്സ് വഴിയും പെയിന്റിങ്സോടും അതുപോലെ തന്നെ ആർട്സ് വഴിയൊക്കെ അവരുടെ ഒപ്പീനിയൻസ് ഫ്രീ ആയിട്ട് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. സോ ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം എമർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തു. ഇതിൽ കുറേ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ പറ്റിയിട്ടുള്ള പുവർ ലേബർ കണ്ടീഷൻ, അൺഹൈജീനിക് കണ്ടീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അഗ്രികൾച്ചറൽ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. പിന്നെ ഇതെല്ലാമാണ് സോഷ്യൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള മാർക്സ് അതുപോലെ തന്നെ വെബർ, ഡർക്കൈമിനെ പോലുള്ളവർക്ക് കൺസേൺ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, അതിനെക്കുറിച്ച് പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയിട്ടുള്ളത്, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഐഡിയാസ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡെമോക്രസി, ലിബർട്ടി, ഇക്വാളിറ്റി തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫാമിലി സിസ്റ്റത്തിൽ കുറെ ചേഞ്ചുകൾ വന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലർജിക്കൽ ഹൈറാർക്കി എന്നൊരു മാറ്റം ഉണ്ടായി. പവർ ഫ്രം ക്ലർജി ടു കോമൺ പീപ്പിൾ. ദെൻ സോഷ്യൽ പ്രോബ്ലംസ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. മാരേജ്, സിവിൽ കോൺട്രാക്ട് ആൻഡ് ഡിവോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. നീഡ് ഫോർ എ ഡിസിപ്ലിൻ ടു അഡ്രസ് ദ പ്രോബ്ലം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഫ്രഞ്ച് റെവല്യൂഷനിലുണ്ടായ പ്രോബ്ലം, സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കി അത്തരത്തിൽ ആ സോഷ്യൽ പ്രോബ്ലം മാറ്റി സോഷ്യൽ ഓർഡർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ഇത് സോഷ്യൽ തിങ്കേഴ്സിനായാലും സയന്റിസ്റ്റിനായാലും ഒക്കെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് Auguste Comte felt the need to address the problems of society and understand social life scientifically. അപ്പം സയന്റിഫിക്കലി ആയിട്ട് സോഷ്യൽ ലൈഫിനെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു ഡിസിപ്ലിൻ വേണമെന്നും അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഓഫ് സൊസൈറ്റി അഡ്രസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഇത് അഗസ്റ്റ് കോംറ്റിന് തോന്നിയത് ആ ഒരു സമയത്താണ്. അങ്ങനെ ആണ് ശരിക്കും സോഷ്യോളജി എന്ന് പറയുന്ന ആസ് എ ഡിസിപ്ലിൻ സോഷ്യോളജി എമർജ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഇതിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്ക് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.